2024 നീറ്റ് എക്സാമിന് 720 സ്കോർ ചെയ്ത ആൽഫയിലെ സ്റ്റുഡൻ്റാണ് ആദിത്യനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്കറിയുന്ന ആൾക്കാരോടല്ല ഞാൻ ആൽഫയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കുട്ടികളില്ല, ഇപ്പോൾ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിലാണെങ്കിലും ഒരു സ്ഥാപനമായിട്ട് ഉള്ള നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ടീച്ചേഴ്സിനൊക്കെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. പേഴ്സണൽ അറ്റൻഷൻ ആൽഫയിൽ നന്നായി കിട്ടുന്നുണ്ട്. അതുപോലെ അതുകൊണ്ടാണ് അവന് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവൻ്റെ ചെറിയൊരു ഇതുപോലും മൂഡ് ഓഫ് ആണെങ്കിൽ പോലും അവരപ്പോൾ ഒന്ന് ചോദിക്കും എന്താണ്, അതിനൊക്കെ അപ്പോൾ അവർ സജഷൻ കൊടുത്തു തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആൽഫയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും വെച്ചിട്ടല്ല. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ പറയാൻ പറ്റുന്നത് എൻ്റെ മകൻ്റെ. വളരെയധികം സന്തോഷമുണ്ട്, ദൈവത്തിന് നന്ദി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതിനുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടി. അതിനുള്ള നല്ല സന്തോഷമുണ്ട്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അത്രയ്ക്ക് ഉണ്ട്. പിന്നെ അതിന് സഹായമായ ആൽഫയിലത്തെ ടീച്ചേഴ്സും എല്ലാവരോടും എൻ്റെ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൽഫയുടെ അഭിമാനമായി മാറിയ ഒരു മിടുക്കനാണ് നിൽക്കുന്നത്, ഡെനിൽ ഐസക്. സത്യം പറഞ്ഞാൽ ഈ നിമിഷം ഭയങ്കര സന്തോഷമാണ്. അത് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. +2 കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് എന്തെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ മോൻ തന്നെ പറഞ്ഞതിനൊക്കെ ഞാൻ എൻട്രൻസ് എഴുതാം. അങ്ങനെ ഞാനത് ആൽഫയിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറും എല്ലാം കണ്ട് അവർ ടീച്ചേഴ്സിൻ്റെ സമീപനവും എല്ലാം കണ്ടു കഴിയുമ്പം വളരെ ഹാപ്പിയായി. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം. പക്ഷെ അത് എൻ്റെ വിശ്വാസം എന്നെ അതുപോലെ തന്നെയായിരുന്നു. അവിടെ നല്ല കെയർ ആയിരുന്നു. ഓരോ ടീച്ചേഴ്സ് വിളിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ മോൻ്റെ പഠിത്തത്തിൻ്റെ പ്രോഗ്രസ് അറിയിക്കുക. പിന്നെ ഫുൾ എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയായി. അവിടെ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. പിന്നെ ഏറ്റവും വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണെന്ന് തന്നെ മോൻ പറയാറുണ്ട്. ടീച്ചേഴ്സ് ചില ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ പറയുന്നത് ഇതെൻ്റെ മോനാണെന്നാണ് പറഞ്ഞത്, അനിയൻ്റെ ഇതുള്ളൂ. പക്ഷെ അവനെ നന്നായിട്ട് ഓരോരുത്തരും അവർ വളരെ കെയർ ചെയ്തു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കഴിഞ്ഞ ടീച്ചേഴ്സ് മീറ്റിങ്ങിന് തന്നെ, പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവനോടുള്ള ഒരു സ്നേഹം, അവനോടൊന്നും മാത്രമല്ല ഓരോ കുട്ടികളെ അങ്ങനെ കെയർ ചെയ്യുന്നുള്ളത് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി. അതിനുശേഷം വീണ്ടും എന്തായാലും അവിടെ തന്നെ എന്നുള്ളത് വെച്ചിട്ടാണ് അവൻ ആൽഫയിൽ തന്നെ തുടർന്നത്.